എല്ലാം ഒതുക്കിയോ? നല്ല ഘനത്തിൽ 2-3 സ്ലീപ്പിംഗ് ഹിൽസ് കൊടുത്തിട്ടുണ്ട്. എന്നാൽ അടുത്ത ഫ്ലൈറ്റ് വരുന്നതിന് മുമ്പേ ഈ മുറിയിൽ ആ മുറിയിലോട്ട് മാറ്റാം. ചത്ത ഭാരം തന്നെ. അനാവശ്യം പറയൂ കേട്ടോ. വല്ലതും പറ്റിയാലേ ഉത്തരം പറയേണ്ടത് ഞാനാ. വയസ്സ് കാലത്ത് നിങ്ങളെല്ലാം കൂടെ എന്നെ ജയിലിൽ കേട്ട് ഇതവിടെ. അവിടെ വരുന്നുണ്ട്. അത് വരും. എങ്ങനെ ഇവിടെ എത്തി? എന്റെ മനസ്സിനോടൊപ്പം ശരീരവും ഇവിടെ പറന്നെത്തി. പത്മയുടെ ഈ ചന്ദനവർണ്ണ മുഖം ചുവന്ന് തുടുക്കുന്ന കണ്ട എനിക്ക് സഹിക്കാൻ പറ്റില്ല. വരൂ. നോക്ക്, അനിലെ ഞാൻ പറഞ്ഞയച്ചു. പത്മയ്ക്ക് വേണമെങ്കിൽ ഈ മുറി ഉപയോഗിക്കാം. വേണ്ട, ഇനി ശ്യാമിന്റെ ഒരു ഔദാര്യം എനിക്ക് വേണ്ട. ഇത് ഔദാര്യമല്ല, പത്മയുടെ അവകാശമാണ്. ആ അവകാശവും സ്വാതന്ത്ര്യവും എന്നോട് കാണിക്കണം. അതാണ് യഥാർത്ഥ സ്നേഹം. ആ സ്നേഹത്തിന് വേണ്ടി ഞാൻ എന്നെ തന്നെ ഇവിടെ ഇറക്കി വിടാൻ തയ്യാറാണ്. ശ്യാം എപ്പോഴും അങ്ങോട്ട് സ്നേഹം ആവശ്യപ്പെടുന്നു, ഇങ്ങോട്ടത് കാണുന്നില്ലല്ലോ. പ്ലീസ് പത്മ, ഇത്ര ക്രൂരമായിട്ട് എന്നോട് സംസാരിക്കരുത്. ഒരു പെണ്ണിന്റെ മനസ്സറിയാനുള്ള കഴിവ് ശ്യാമിനില്ല. ഒരു പെണ്ണിന്റെ എന്നല്ല, ഒരുപാട് പെണ്ണുങ്ങളുടെ മനസ്സറിയുകയും അതിനനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരാളാണ് ഞാൻ. എന്ന് വെച്ചാ പിന്നെ ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾസ് ഓഫ് വിമൻസ് സൈക്കോളജി എന്ന പുസ്തകം ഞാൻ വായിച്ചിട്ടുണ്ട്. അല്ല, ശ്യാമിന് വേറെ പെണ്ണുങ്ങളുമായി അടുപ്പമുണ്ടെന്നല്ലേ പറഞ്ഞു വന്നത്? പെൺകുട്ടികളായാലേ കുറച്ച് അടക്കം ഒതുക്കൊക്കെ വേണം. ഇതെന്താ ചന്തക്കടയാണെന്ന് വിചാരിച്ചോ? ഒന്ന് പോയി വലിയ തത്വം പഠിപ്പിക്കാൻ വന്നിരിക്കുന്നു. ആന കാര്യത്തിലാണ് ചില കാര്യം. ദയവ് ദേഷ്യപ്പെടരുത്. ഞാൻ പറയുന്ന കേൾക്കാൻ, കഥ ഓർക്കാൻ. എന്റെ ചക്കരയല്ലേ, എന്റെ പഞ്ചാരല്ലേ, മോളെ വാതിൽ ഉറക്കാൻ. അയ്യോ, അമ്മ എവിടെ പോകുന്നു? ഞാൻ പോകുന്നു. എന്താ കാര്യം? ഞാൻ പോകുന്നു. നിങ്ങൾ കാശെടുക്കുന്ന നിങ്ങളെ വായ കിടക്കുന്നൊന്നും കേൾക്കാൻ നീ എന്നെ കൊണ്ട് വയ്യ. എന്താ കാര്യം? കഴിവെന്ന് വിളിച്ചില്ലേ? ആര് വിളിച്ചു? അമ്മ ഇങ്ങനൊരു വണ്ടി ആയിപ്പോയോ? എലീനെ പോന്നു. ഓരോ സെക്കൻഡിലും എലീനെ കണ്ടില്ലല്ലോ എന്ന് വിചാരിച്ച വിഷമിച്ചിരിക്കുകയായിരുന്നു. ഇപ്പൊ വന്നേ ഉള്ളോ? ഇനി എന്നെ ഓർത്ത് ശ്യാം അധികം വിഷമിക്കേണ്ടി വരില്ല. എന്താ കാര്യം? എനിക്കൊരു പ്രധാനപ്പെട്ട കാര്യം സംസാരിക്കാനുണ്ട്. സംസാരിച്ചോളൂ. ഞാൻ പോകുന്നു. പുറത്തോട്ടല്ല, അകത്തോട്ട്. എങ്ങോട്ടെങ്കിലും ഒന്ന് പോണം. നീ പറഞ്ഞാൽ ഞാൻ എങ്ങനെ പോകണം? എനിക്ക് സൗകര്യമില്ല. എനിക്കൊരു രഹസ്യം പറയാനുണ്ട്. പറഞ്ഞോളൂ. നോക്കണ്ട, ഞാൻ പോയിക്കോളാം. എന്നാ പോണം. എന്താ? What happened? മുഖവര് പറഞ്ഞ് സമയം കളയുന്നില്ല. നമുക്ക് പിരിയാം. അയ്യോ, തമാശയ്ക്ക് പോലും അങ്ങനെ പറയരുത്. എന്റെ ഹൃദയം വളരെ ലോലമാണ്. അത് തല്ലി തകർത്ത് കളയരുത്. എനിക്ക് ഹാർട്ട് അറ്റാക്ക് വരും. അതിന് ഹാർട്ട് ഉണ്ടെങ്കിലല്ലേ നമ്മുടെ ബന്ധം മുന്നോട്ട് പോവുകയില്ലെന്ന് എനിക്ക് മനസ്സിലായി. ശ്യാം, കർത്താവിന് സ്തുതി. പെട്ടെന്ന് ഇങ്ങനെ തോന്നാൻ എലീന ഇന്നലെ വരെ എന്റെ ഭാവി വധുവായിരുന്നില്ലേ? ഇന്നലെ വരെ എനിക്ക് അനിലുമായി അടുക്കാൻ കഴിഞ്ഞിരുന്നില്ലല്ലോ. അയ്യോ, അനിലോ? അടുപ്പോ? എന്റെ എലീന എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അനിൽ ശ്യാമിനെ പോലെയല്ല, മുഖംമൂടി ഇല്ലാത്തൊരു സുഹൃത്തായിരിക്കുമെന്ന് എനിക്ക് തോന്നി. അയ്യോ, അത് വെറും തോന്നലാണ്. എലീനയ്ക്ക് നിർബന്ധമാണെങ്കിൽ എന്നിൽ നിന്ന് ഒഴിഞ്ഞോളൂ. പക്ഷെ അവനോട്ട് അടുക്കരുത്. അവന്റെ മുഖം കൂടി ഞാൻ ഇളക്കി കാണിച്ചു തരാം. പെട്ടെന്നൊരാളുമായി കേറി അടുക്കുന്ന അപകടമാണ് എലീന. ഒരു സ്നേഹബന്ധത്തിന്റെ നിർണായക ഘടകം ദീർഘമായ ഒരു കാലയളവാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇത്രയും കാലത്തിനിടയിൽ ഇന്ന് മാത്രമാണല്ലോ എനിക്ക് ശ്യാമിനെ പൂർണ്ണമായി മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അതിന് തന്നെ വേറൊരാളിന്റെ സഹായം വേണ്ടി വന്നു. ഓക്കെ ശ്യാം, എന്നോട് ദേഷ്യം തോന്നരുത്. കഴിഞ്ഞതൊക്കെ നമുക്ക് മറന്നു. എന്താ ഇവിടെ നിൽക്കുന്നത്? എല്ലാം അങ്ങനെ ചുമ്മാ ഒഴിയാൻ പറ്റുമോ? ഞാൻ പറയുന്നത് കേൾക്കാൻ, കഥ തുറക്കാൻ. എടാ കഴിവറ മോനെ, നീ ഇവിടെ വാ. ശ്യാമവിടെ അളിയാ. ഞാനേ ഒരു ചെടി നട്ടു.
എന്റെ എല്ലാ കഴിവുകളും ഉപയോഗിച്ച് ഞാനതിന് വെള്ളവും വളവും നൽകി. വല്ല പശുക്കളോ ആടുകളോ അത് തിന്നാതിരിക്കാൻ ഞാൻ കണ്ണിൽ എന്നെ ഒഴിച്ച് കാത്തിരുന്നു. എന്റെ ചെടി വളർന്നു, പൂത്തു, കാച്ചു. ഒരു സുപ്രഭാതത്തിൽ ഒരു അലവലാതി വന്ന കാവറിക്കാൻ ശ്രമിച്ചാൽ ഞാൻ വിടണോടാ? വിടലിയാ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എല്ലാരും കൂടെ എന്നെ ഇങ്ങനെ എന്റെ എന്നാ തല്ലെങ്കിൽ തല്ലു. ഞാൻ ഇത് കൊല്ലോടാ, നിന്നെ കൊല്ലോടാ. മോളെ, ഇവിടെ ഡാൻസ് പ്രാക്ടീസ് നടക്കാണ്. ഞാൻ പോയി കിടന്നു. എന്നിട്ട് അവരൊന്ന് ജീവിച്ചു. അയ്യോ, എവിടെ പോകുന്നു? ആ മുറിയിൽ ഹീറ്റർ വർക്ക് ചെയ്യുന്നില്ല. എനിക്ക് കുളിക്കണം. അയ്യോ, അത് പറ്റില്ല. കാരണം അത് പിന്നെ ഇവന് കുളിക്കണം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു? നീ പറഞ്ഞു. നീ മറന്നായിരിക്കും. ആദ്യം കുളിക്കേണ്ടവർ ആദ്യം കുളിക്കട്ടെ, അല്ലെങ്കിൽ ഇത് ഈ വീട്ടൊരു ശാപമാണ്. ഈ വീട്ടിലെ സമാധാനം നഷ്ടപ്പെടും. അതെനിക്ക് ഇഷ്ടമല്ല. അല്ലെ? എനിക്ക് അങ്ങനെ ചില വിശ്വാസങ്ങളുണ്ട്. സത്യമായിട്ടും അല്ലേ? അതെ അതെ അതെ. പിന്നെ ഡിക്കമ്മയുടെ മുറി പോയി കുളിച്ചോ. പോ. നീ തലക്കുടി, നീ തലക്ക് പിടിക്കാൻ എന്നെയല്ല തലക്ക് പിടിക്കാം. നീ കാലി പിടി. അവിടെ അയ്യോ, I love you. I too. ആ മുറിയിൽ ഫാൻ കറങ്ങുന്നില്ല. ഞാൻ ഈ മുറിയിൽ വന്ന് കിടന്നോളാം. സോറി ലീല, ഈ മുറിക്കകത്ത് ഡിക്കമായി കിടക്കാം. എന്നെ വിളിച്ചോ? ഡിക്കമായി ഈ മുറിയിലാണെന്ന് പറഞ്ഞിട്ട് ആര് പറഞ്ഞു? ഞാൻ പറഞ്ഞോ? അല്ല, നീ കേട്ടോ? ഞാൻ ശ്രദ്ധിച്ചില്ല. അവനോട്ട് ശ്രദ്ധിച്ചിട്ടുമില്ല, ഞാൻ ഒട്ട് പറഞ്ഞിട്ടുമില്ല. പറഞ്ഞു ചിലപ്പോ ഡിക്കമ്മായിക്ക് ഈ മുറി കിടക്കേണ്ടി വരുമെന്ന് പറഞ്ഞു. അതവര് പറഞ്ഞാൽ നമുക്ക് കിടത്താതിരിക്കാൻ പറ്റത്തില്ല. നമ്മുടെ ഡിക്കമ്മയ്യ എലിനയുടെ ചെവിയുടെ കുഴപ്പമായിരിക്കും. ഓക്കെ, ഫാൻ വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ വേണ്ട. കുറച്ച് ഐസ് വാട്ടർ വേണം. വെക്കുമ്പോ നിങ്ങൾക്ക് എന്ത് പറ്റി? കൊറേ നേരം ആയല്ലോ.
കെട്ടിപ്പിടിക്കുന്നു, ഡാൻസ് കളിക്കുന്നു. തലയ്ക്ക് വല്ല അസുഖമുണ്ടോ? ഞങ്ങൾ അങ്ങനെ അല്ല അളിയാ. ഓ, മറന്നു. കൊച്ചേ, മിൽക്ക് ഇസ് റെഡി. കുടിച്ചിട്ട് പോ. ഐ എം സോറി. അപ്പോഴത്തെ ദേഷ്യത്തിന് ഞാൻ എന്തൊക്കെയോ പറഞ്ഞുപോയി. ക്ഷമിക്കണം. അയച്ചു.